ഗൂഗിൾ കൊളാബ്. ഈ സ്ക്രീനിൽ കാണുന്നതാണ് ഗൂഗിൾ കൊളാബ് നോട്ട്ബുക്ക്. ഇതൊരു വെർച്വൽ നോട്ട്ബുക്ക് പോലെയാണ്. പൈത്തൺ പ്രോഗ്രാം എഴുതാനും റൺ ചെയ്യാനും ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാനും ഇമേജ് ഇൻസേർട്ട് ചെയ്യാനും ഇതിൽ സാധിക്കും. ഇനി എന്താണ് ഗൂഗിൾ കൊളാബ് എന്ന് നോക്കാം. ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഗൂഗിൾ കൊളാബ്. പൈത്തൺ കോഡ് എഴുതാനും റൺ ചെയ്യാനും ഷെയർ ചെയ്യാനും നോട്ട്ബുക്കിലൂടെ നമുക്ക് സാധിക്കുന്നു. കമ്പ്യൂട്ടറിൽ വേറെ യാതൊന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ക്വിക്ക് വൺ ലൈൻ സമ്മറി നോക്കാം. നമ്മുടെ സിസ്റ്റത്തിൽ ഒരു ഫയലിൻ്റെയും ഇൻസ്റ്റലേഷൻ ഇല്ലാതെ തന്നെ ഈസി ആയിട്ട് പൈത്തൺ കോഡ് റൈറ്റ് ചെയ്യാനും റൺ ചെയ്യാനും ഷെയർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഓൺലൈൻ ഫ്രീ നോട്ട്ബുക്കാണ് ഗൂഗിൾ കൊളാബ്. എന്തുകൊണ്ടാണ് ഗൂഗിൾ കൊളാബ് യൂസ് ചെയ്യുന്നത്? നമുക്കതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോമാണ്. ഗൂഗിൾ കൊളാബ് മൊബൈൽ ഡിവൈസസിലും ലാപ്ടോപ്പിലും ടാബുകളിലും ഡെസ്ക്ടോപ്പുകളിലും റൺ ചെയ്യാൻ സാധിക്കും. ഓൺലൈൻ പൈത്തണോ അല്ലെങ്കിൽ യാതൊരു സോഫ്റ്റ്വെയറും തന്നെ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ബ്രൗസർ ഓപ്പൺ ചെയ്ത് ഗൂഗിൾ കൊളാബ് എന്ന് സെർച്ച് ചെയ്താൽ മാത്രം മതി. സേവ് ടു ഗൂഗിൾ ഡ്രൈവ്. നമ്മൾ ചെയ്യുന്ന കൊളാബിലെ ഓരോ ഫയലും ഗൂഗിൾ ഡ്രൈവിലേക്ക് ഓട്ടോമാറ്റിക്കായി സേവ് ചെയ്യപ്പെടുന്നു. ഈസി ടു ഷെയർ. കൊളാബ് നോട്ട്ബുക്ക് ഗൂഗിൾ ഡോക്സ് പോലെ ലിങ്ക് വഴി ഷെയർ ചെയ്യാനും സാധിക്കും. ഗൂഗിൾ കൊളാബ് എങ്ങനെയാണ് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുന്നതെന്ന് നോക്കാം. ഈ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഓപ്പൺ ചെയ്യുകയോ അല്ലെങ്കിൽ ബ്രൗസർ ഓപ്പൺ ചെയ്ത് ഗൂഗിൾ കൊളാബ് എന്ന് സെർച്ച് ചെയ്യുകയോ ചെയ്താൽ മതി. നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്യുക. ന്യൂ നോട്ട്ബുക്ക് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദെൻ പൈത്തൺ കോഡ് റൈറ്റ് ചെയ്യാനുള്ള ഒരു പേജും കാണാൻ സാധിക്കും. ഇതിങ്ങനെയായിരിക്കും. ഇവിടെ പ്രിന്റ് ഹലോ വെൽക്കം ടു കോഡ് ക്ലബ് എന്ന് ടൈപ്പ് ചെയ്യുക. പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കോഡ് റൺ ചെയ്യുന്നതാണ്. പൈത്തൺ കൊളാബിലൂടെ എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. പൈത്തൺ കോഡ് റൈറ്റ് ചെയ്യാൻ സാധിക്കുന്നു. മെഷീൻ ലേണിംഗ് മോഡൽ ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നു. ഡാറ്റ അനാലിസിസിന് ഹെൽപ്പ് ചെയ്യുന്നു. ചാർട്ട് ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ സ്മോൾ വെബ്സൈറ്റുകളും ബോട്ടുകളും സ്ക്രിപ്റ്റുകളും ബിൽഡ് ചെയ്യാനും സാധിക്കുന്നു. ഗൂഗിൾ കൊളാബ്. ഗൂഗിൾ കൊളാബ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ബ്രൗസറിൽ ഗൂഗിൾ കൊളാബ് എന്ന് സെർച്ച് ചെയ്യുക. ഇവിടെ ആദ്യം കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇതാണ് ഗൂഗിൾ കൊളാബിൻ്റെ ഇൻ്റർഫേസ്. ഇവിടെ നിങ്ങൾക്ക് ന്യൂ നോട്ട്ബുക്ക് എന്ന ഒരു ബട്ടൺ കാണാം. നോട്ട്ബുക്ക് എന്ന് പറയുന്നത് ഒരു ഗൂഗിൾ കൊളാബ് ഫയലാണ്. ഇതിൽ നമുക്ക് പൈത്തൺ കോഡ് എഴുതാനും റൺ ചെയ്യാനും സാധിക്കുന്നു. ക്യാൻസൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ കൊളാബിൻ്റെ ഡോക്യുമെൻറ്റേഷൻ കാണാം. ഇത് വായിച്ച് നോക്കിയാൽ ഗൂഗിൾ കൊളാബിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാകും. ഫയൽ ന്യൂ നോട്ട്ബുക്ക്. ഫയലിൽ ന്യൂ നോട്ട്ബുക്ക് എടുത്താൽ നമുക്ക് പുതിയ നോട്ട്ബുക്ക് പേജ് ഓപ്പൺ ആവും. ഇതിൽ പൈത്തൺ കോഡ് ചെയ്യാം. ഇതിൽ അൺടൈറ്റിൽ മാറ്റി നമുക്ക് ഇഷ്ടമുള്ള കോഡ് റിലേറ്റഡ് ആയിട്ടുള്ള നെയിം കൊടുക്കാം. ഇപ്പോൾ ഞാൻ പൈത്തൺ പ്രോഗ്രാം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ കൊളാബ് ഫയൽ സേവ് ആവുന്നത് .ipynb
എന്ന ഫോർമാറ്റിലാണ്. ഇതിൻ്റെ ഫുൾ ഫോം ഇൻ്ററാക്റ്റീവ് പൈത്തൺ നോട്ട്ബുക്ക് എന്നതാണ്. ഇത് ഓട്ടോ സേവ് ആണ്. സേവ് ആവുന്നത് ഏത് ഗൂഗിൾ അക്കൗണ്ട് ആണോ ലോഗിൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഗൂഗിൾ ഡ്രൈവിലേക്കായിരിക്കും. ഇതാണ് നോട്ട്ബുക്കിൻ്റെ കോഡ് സെൽ. ഇതിൽ നമുക്ക് പൈത്തൺ ചെയ്യാം. കമൻറ്റ് ഓർ എനി ടെക്സ്റ്റ് ആഡ് ചെയ്യാനും ടെക്സ്റ്റ് യൂസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ നോക്കാം. പ്രിൻറ്റ് വെൽക്കം ടു കോഡ് ക്ലബ്. പ്രിൻറ്റ് വെൽക്കം ടു കോഡ് ക്ലബ്. ഓക്കെ, ഇനി കോഡ് റൺ ചെയ്യാം. ബട്ടൺ ഓർ ഷിഫ്റ്റ് എൻ്റർ ചെയ്താൽ മതി. ഇനി എങ്ങനെയാണ് സേവ് ചെയ്ത ഫയൽ ഡ്രൈവിൽ ഷോ ചെയ്യുന്നതെന്ന് നോക്കാം.